ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പിതാവേ. സ്തോത്രം സ്തോത്രം. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ കാണുവാൻ, നിന്നെ അനുഭവിപ്പാൻ ഞങ്ങളിതാ കാത്തിരിക്കുന്നു. യേശുവേ 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 യേശുവേ. പിതാവായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടുത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിൻ്റെ തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ കരങ്ങളിലേക്ക് പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നു. രക്ഷകനായ യേശുവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. രക്ഷയുടെ അനുഭവം തന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തയ്ക്കും പരിചിന്തനത്തിനുമായി നൽകിയിരിക്കുന്നത് വചനം 34-ാം സങ്കീർത്തനം 6-ാം തിരുവാക്യം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു. എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവമക്കളുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ശ്രദ്ധിച്ചേ, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു. എങ്ങനെയാണ് കർത്താവ് അത് കേൾക്കുക? എളിമയോടെ നീ വിളിച്ചാൽ കർത്താവ് അത് കേൾക്കാതിരിക്കുകയില്ല. സ്നേഹത്തോടെ വിളിച്ചാൽ കർത്താവ് അത് കേൾക്കാതിരിക്കുകയില്ല. എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കർത്താവ് നിൽക്കുകയാണ്. നിഷ്കളങ്കതയോടെ നമ്മൾ വിളിച്ചാൽ, ഹൃദയവിശുദ്ധിയോടെ വിളിച്ചാൽ കർത്താവ് നമ്മെ രക്ഷിക്കും. നമ്മുടെ പരാജയങ്ങളിൽ നിന്നും, നമ്മുടെ ദുഃഖങ്ങളിൽ നിന്നും, നമ്മുടെ നഷ്ടങ്ങളിൽ നിന്നും, നമ്മുടെ മനം മടിപ്പിക്കുന്ന അവസ്ഥകളിൽ നിന്നും നമ്മെ രക്ഷിക്കാനായിട്ട് ഇതാ യേശു നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ആത്മനാഥനല്ലേ ഈശോ? നമ്മുടെ ജീവശ്വാസമല്ലേ ഈശോ? നമ്മുടെ ആത്മാവിൻ്റെ ഉടമസ്ഥനും കാവൽക്കാരനും യേശുവാണ്. നമ്മെ സംരക്ഷിക്കാനും നമ്മെ വിധിക്കുന്നവനും യേശു തന്നെയാണ്. യേശു എന്തിനാ വരുന്നത്? എന്തിനാ യേശു വരുന്നത്? യേശു വരുന്നത് നമ്മെ സഹായിക്കാനാണ്. നീ ഏതു ജീവിതാവസ്ഥയിലാണെങ്കിലും അവിടെ സഹായം അരുളുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ, ക്ഷീണിച്ചിരിക്കുമ്പോൾ, കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ വരുന്നത്. മാത്രവുമല്ല, നമ്മെ പരിപൂർണതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കടന്നു വരുന്നത്. നമുക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ, നമ്മുടെ കുറവുകൾക്ക് പരിഹാരം ചെയ്യാൻ, വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ പകരക്കാരനായിട്ടാണ് ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നത്. മക്കളെ, ഓർമ്മിക്കുന്നില്ലേ? ഗലീലി കടലിലൂടെ ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞു പോയപ്പോൾ ആ വലിയ കൊടുങ്കാറ്റ് ഉയർന്നപ്പോൾ ഒറ്റ വിളിയാണ്, യേശുവേ രക്ഷിക്കണമേ. ആ നിലവിളി കേട്ട് യേശു ഉണർന്ന് എന്താ പറഞ്ഞത്? അടങ്ങുക, ശാന്തമാക്കുക. കടലിൽ പ്രശാന്തതയുണ്ടായി. അവർ സുഖപ്രദമായി അവിടെ യാത്ര തുടർന്നു. മകളെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതമാകുന്ന സാഗരത്തിൽ, നമ്മുടെ ജീവിതമാകുന്ന നൗക മുന്നോട്ട് പോകുമ്പോൾ പങ്കായം പോയവരും നങ്കൂരം നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാകാം. എന്നാൽ ഈശോ 5 കാര്യങ്ങൾ പറയുന്നു. 1, നിന്റെ ക്ഷീണിക്കുന്ന അവസരങ്ങളിൽ ഞാൻ നിനക്ക് അഭയകേന്ദ്രമാണ്. പഠിച്ച് ക്ഷീണിച്ചില്ലേ?
ജോലി ചെയ്ത് ക്ഷീണിച്ചില്ലേ? ഒരു റെസ്റ്റുമില്ലാത്ത അവസ്ഥ അല്ലേ? ഒരു ക്ഷമയും കരുണയും എന്നോട് കാണിക്കുന്നില്ല എന്ന് നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഉണ്ട് എങ്കിൽ ഈശോ പറയുന്നു, മോനെ മോളെ, നിന്റെ ക്ഷീണ അവസരങ്ങളിൽ അഭയം അരുളുവാൻ ഞാൻ നിന്റെ സവിധത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. 34-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമ്മൾ കേട്ടില്ലേ, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു. രണ്ടാമതായി ഈശോ പറയുന്നത്, നിന്റെ ദുർഭഗമായ നിമിഷങ്ങളിൽ ഞാൻ നിനക്ക് അത്താണിയാണ്. ദുർഭഗമായ നിമിഷങ്ങളിൽ, എല്ലാം തകർന്നു പോയ ഒരു അവസരത്തിൽ കർത്താവ് നമുക്ക് ഒരു വലിയ അത്താണിയാണ്. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, എന്നെ കാണാൻ ഒരു ഭംഗിയില്ല, എനിക്കൊരു സൗന്ദര്യവുമില്ല, എനിക്കൊരു കഴിവില്ല, ഞാൻ പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല, എനിക്ക് അന്തസ്സുള്ളൊരു ജീവിതമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരങ്ങൾ നമുക്കുണ്ടാകാറില്ലേ? ഈശോ പറയുകയാണ്, എൻ്റെ ദുർഭഗമായ അവസരത്തിൽ കർത്താവ് അത്താണിയായിട്ട് കടന്നു വരുമെന്ന്. മൂന്നാമതായി ഈശോ നമ്മോട് പറയുന്നു, എൻ്റെ അധ്വാന നിമിഷങ്ങളിൽ ആശ്വാസ കേന്ദ്രമാണ് കർത്താവ്. എത്രയെത്ര അധ്വാനിച്ചിട്ടും ഒരു കാര്യം നടക്കുന്നില്ല അല്ലേ? എത്രമാത്രം ആശ്രയിച്ചിട്ടും എനിക്ക് ഒരു സന്തോഷവും കിട്ടുന്നില്ല. എൻ്റെ ജീവിതം ആകെ തകരുന്ന പോലെ തോന്നുന്നു. എൻ്റെ അധ്വാനം, ഇൻ്റർവ്യൂവിന് പോകുന്നു, പാസ്സാകുന്നില്ല, ഒരു ജോലി അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല, എത്രയെത്ര കമ്പനി പടികൾ കയറി ഇറങ്ങിയിട്ടും എനിക്കൊരു ജോലി കിട്ടുന്നില്ല. ആകെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നിറയുന്നു. എൻ്റെ അധ്വാനം നിഷ്ഫലമാകുന്ന പോലെ തോന്നുന്നു. ഈശോ പറയുന്നു, മോനെ, നിൻ്റെ അധ്വാനങ്ങളിൽ ആശ്വാസവുമായിട്ട് നിൻ്റെ അടുത്ത് ഞാൻ വന്ന് നിൽക്കുന്നുണ്ട്. നാലാമതായി ഈശോ പറയുകയാണ്, നിൻ്റെ അസ്വസ്ഥതകളിൽ ഞാനാണ് നിനക്ക് ആശാകേന്ദ്രം. നിൻ്റെ അസ്വസ്ഥതകളിൽ ഞാനാണ് നിനക്ക് ആശാകേന്ദ്രം. ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ ജോലിയെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആരോഗ്യത്തെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സന്തോഷങ്ങളെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസരങ്ങളെ ഓർത്ത് നീ അസ്വസ്ഥമായി തീരുന്നുവെങ്കിൽ ഈശോ പറയുന്നു, നിൻ്റെ അസ്വസ്ഥതകളുടെ നടുവിൽ ആശാകേന്ദ്രമായി ഞാൻ വന്നു നിൽക്കുന്നത് നീ കാണുന്നില്ലേ? നിൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണൊന്ന് തുറക്ക്, നിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണൊന്ന് തുറക്ക്, നിൻ്റെ ദൃഷ്ടികൾ ദൈവത്തിലേക്ക് ഉയർത്തുക, നിൻ്റെ ദൃഷ്ടി സ്വർഗത്തിലേക്ക് ഉയർത്തുക. കർത്താവ് നിന്നെ സഹായിക്കാനായിട്ട് കടന്നു വരികയാണ്. അവസാനമായി ഈശോ പറയുന്നു, നിൻ്റെ ആപത്ത് ഘട്ടങ്ങളിൽ ഞാൻ നിനക്ക് രക്ഷകനാണ്. നിൻ്റെ ആപത്ത് വരുമ്പോൾ അകന്നു നിൽക്കുന്ന സ്നേഹിതനല്ല, മറിച്ച് നിൻ്റെ ആപത്ത് വേളകളിൽ നിന്നെ സംരക്ഷിക്കുവാൻ, നിനക്ക് ആശ്വാസം അരുളുവാൻ ഞാൻ നിൻ്റെ പക്കലേക്ക് കടന്നു വരികയാണ്. നിൻ്റെ രോഗങ്ങളിൽ, നിൻ്റെ അപകടങ്ങളിൽ, നിൻ്റെ തിരസ്കരണങ്ങളിൽ, നിൻ്റെ പരിഹാസങ്ങളിൽ ഞാൻ നിനക്ക് ശക്തി പകരുവാനായിട്ട് കടന്നു വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്ഷീണിതമായിരിക്കുന്ന അവസരത്തിൽ പോലും ഈശോ വന്ന് നമ്മെ സഹായിച്ചില്ലേ, ആശ്വസിപ്പിച്ചില്ലേ? നിന്നിൽ പിശാചുണ്ട് എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് കളിയാക്കിയിട്ടും ആ യേശു പിശാചിനെ ബഹിഷ്കരിച്ച് ജീവിതം കൊടുക്കുന്ന ഓർമ്മിക്കുന്നില്ലേ? ഈശോ പൊട്ടിക്കരഞ്ഞു, എന്നിട്ടും കരയുന്ന അനേക മക്കളെ ആശ്വസിപ്പിക്കാൻ കർത്താവ് കടന്നു വന്നില്ലേ? കർത്താവ് കുഞ്ഞാടായി വിൽക്കപ്പെട്ടു, എന്നിട്ടും നല്ല ഇടയനായി തീർന്നില്ലേ? എന്നാൽ നമ്മളോ, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ഷീണമുണ്ടാകുമ്പോൾ, നമ്മെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ, കളിവാക്ക് പറയുമ്പോൾ, ആരോരും അറിയാതെ മുറിയിൽ പോയി ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ, കുഞ്ഞാടിനെ പോലെ വിൽക്കപ്പെടുമ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? യേശുവിനോടൊപ്പം നമ്മൾ ചിന്തിക്കണം. നിന്റെ ക്ഷീണാവസരങ്ങളിൽ അഭയകേന്ദ്രമാകുവാൻ, നിന്റെ ദുർഭഗമായ നിമിഷങ്ങളിൽ അത്താണിയായി തീരുവാൻ, നിന്റെ അധ്വാനങ്ങളിൽ ആശ്വാസമായി തീരുവാൻ, നിന്റെ അസ്വസ്ഥതകൾ ആശാകേന്ദ്രമായി തീരുവാൻ, നിന്റെ ആപത്ത് ഘട്ടങ്ങളിൽ രക്ഷകനായിട്ട്
ഇതാ നിന്റെ കൂടെ ചരിക്കുന്നത് നീ കാണുന്നില്ലേ? പൗലോസ്ലീഹ പറയുന്നു, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം, എനിക്ക് ലാഭകരമായത് ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമാക്കി, അവനെ പ്രതി സകലതും ഉച്ഛിഷ്ടം പോലെ ഞാൻ കരുതുകയും ചെയ്യുന്നു. എനിക്ക് ലാഭകരമായതിനെ നേടുവാൻ വേണ്ടിയിട്ട്, എൻ്റെ സർവസ്വവുമായ യേശുവിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിലപിടിപ്പുള്ള പലതും ഞാൻ വലിച്ചെറിഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? യേശുവിനെ സ്വന്തമാക്കി തീർക്കാൻ. എൻ്റെ പല നല്ല അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ വലിയ സാധ്യതകൾ ഞാൻ നഷ്ടമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നീ ഒറ്റപ്പെട്ടിട്ടുണ്ടാകാം. നിൻ്റെ വീട്ടിൽ, നിൻ്റെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിന്നെ ആരും പരിഗണിച്ചിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ നിന്നിലെ നന്മ മറ്റുള്ളവർ കണ്ടിട്ടില്ലായിരിക്കാം. നന്മ ചെയ്തിട്ട് പോലും അത് തിന്മയാണെന്ന് കുറ്റം പറഞ്ഞ് നീ വേദനിച്ചിട്ടില്ലേ കുഞ്ഞേ? ഈശോ പറയുന്നു, ആ സമയത്തൊക്കെ നിൻ്റെ കൂടെ ഒരു രക്ഷകനായി, നിൻ്റെ സഹയാത്രികനായി നിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു. മക്കളെ, പ്രശ്നങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കരുത്. പ്രശ്നങ്ങളുടെ മുമ്പിൽ പരാതിപ്പെടരുത്. ഒരു പരാതിപ്പെട്ടിയായി തീരരുത്. മറിച്ച് പ്രാർത്ഥനയോടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. എന്ത് വലിയ പ്രശ്നങ്ങളുമായി കൊള്ളട്ടെ, എന്ത് വലിയ പ്രതിസന്ധികളുമായി തീരട്ടെ, ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരിഹരിക്കുവാൻ ഈശോ നമ്മുടെ കൂടെയുണ്ട്. അതാണ് വചനം പറഞ്ഞത്, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു, എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഹൃദയത്തെ ഓർത്തു വയ്ക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനാണ്. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനാണ്. നീ ഒരു വിദ്യാർത്ഥിയായിക്കൊള്ളട്ടെ, നീ ഒരു തൊഴിലാളിയായിക്കൊള്ളട്ടെ, നീ ഒരു സിസ്റ്ററായിക്കൊള്ളട്ടെ, നീ ഒരു പുരോഹിതനായിക്കൊള്ളട്ടെ, നീ ഒരു ശുശ്രൂഷകനായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനാണ്. രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഇതാ നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. രക്ഷകനായ യേശു ദിവ്യകാരുണ്യമായി നമ്മുടെ പക്കലേക്ക് വരികയാണ്. അൾത്താരയിലിരിക്കുന്ന യേശുവിലേക്ക് സർവ്വശ്രദ്ധയോടെ നീ നോക്കുക. ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണ, സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയട്ടെ. എൻ്റെ ക്ഷീണ അവസരങ്ങളിലും, എൻ്റെ ദുർഭംഗമായ നിമിഷങ്ങളിലും, എൻ്റെ അധ്വാനങ്ങളിലും, എൻ്റെ അസ്വസ്ഥതകളിലും, എൻ്റെ അപകടങ്ങളിലും കർത്താവാണ് എന്നെ രക്ഷിക്കാൻ കടന്നു വരുന്നത്. ആ യേശുവാണ് പറയുന്നത്, ഞാൻ നിന്റെ രക്ഷകനാണ്, നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് കടന്നു വരുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. എല്ലാവരും ചേർന്ന് മകളെ, കർത്താവ് നീ ഇരിക്കുന്ന സ്ഥലത്ത്, നീ ഇരിക്കുന്ന മുറിയിൽ സമൂഹത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം വാക്യം. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? വചനം പഠിപ്പിച്ചു തരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കാനായിട്ട് നീ അനുതപിക്കണം, സ്നാനം സ്വീകരിക്കണം, പരിഹാരം അനുഷ്ഠിക്കണം, തപശ്ചര്യകൾ ചെയ്യണം, കുരിശിന്റെ വഴിയെ നടന്നു നീങ്ങണം, കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. നീ രക്ഷയുടെ പാതയിലൂടെ കടന്നു വരാൻ സാധിക്കും. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. എനിക്ക് രക്ഷ പ്രാപിക്കണം, എന്ത് വില കൊടുത്തും എനിക്ക് രക്ഷയിലേക്ക് കടന്നു വരണം. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, യേശുവേ, 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 യേശുവേ. കർത്താവെ, അനുതാപമുള്ള ഹൃദയം തരണമേ. കർത്താവെ, പരിഹാരം അനുഷ്ഠിക്കുന്ന ജീവിതം തരണമേ. കരുണയോടെ നിന്റെ മുമ്പിൽ വ്യാപരിക്കാനുള്ള കൃപ തരണമേ. യേശുവേ, യേശുവേ, യേശുവേ.
മകളെ, ഈശോ നിന്റെ ഭവനത്തിൽ കടന്നിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാ വളർന്നത്? നമ്മൾ എങ്ങനെയാ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്തത്? വചനം പഠിപ്പിച്ചു തരികയാണ്. എനിക്ക് രക്ഷയുടെ പരിച അവിടുന്ന് നൽകി. അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അവിടുന്ന് പരിച തന്ന് അഭ്യസിപ്പിച്ച്, എന്നിട്ട് കർത്താവ് പറയുന്നു, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഇന്ന് നീ വലിയവനായി തീർന്നില്ലേ? വലിയ വ്യക്തിയായി തീർന്നില്ലേ? സമ്പത്തിലും പ്രശസ്തിയിലും ഒക്കെ എങ്ങനെയാ? കർത്താവ് പറയുന്നു, യേശുവിന്റെ വാത്സല്യമാണ് നമ്മെ വലിയവനാക്കി തീർത്തത്. നല്ലത് പറയുവാൻ, നല്ലത് ചിന്തിക്കുവാൻ, കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, കുടുംബത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ, നിന്റെ ഇടവയുടെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, സഭയുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരാ നിനക്ക് ശക്തി തന്നത്? ദൈവമായ കർത്താവ് പറയുന്നു, അവിടുത്തെ വാത്സല്യമാണ് നമ്മെ വലിയവനാക്കി തീർത്തത്. ദൈവമേ, ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഒരു പുതിയ ചൈതന്യം തന്നത് നിന്റെ വാത്സല്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. രണ്ട് കരമുയർത്താം, രണ്ട് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പിതാവേ സ്തുതി, ഈശോയെ നന്ദി, യേശുവേ. രക്ഷ, കൃപ, ചൈതന്യമായി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് എത്ര പേർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്? വചനം പറയുന്നു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ വെച്ച് കെട്ടും. ധാരാളം രോഗികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. മാനസികമായ രോഗമുള്ളവര്, ശാരീരികമായ രോഗമുള്ളവര്, ക്യാൻസർ രോഗികള്, ട്യൂമർ രോഗികള്, പാൻക്രിയാസ് രോഗമുള്ളവര്, ഹൃദയ സംബന്ധമുള്ള രോഗമുള്ളവര്, ശ്വാസകോശ രോഗമുള്ളവര്, എയ്ഡ്സ് രോഗമുള്ളവര്, അജ്ഞാത രോഗം പിടിപെട്ടുകൊണ്ട് ഡോക്ടർമാർ ആശുപത്രിയിൽ കയറിയിട്ടും രക്ഷ കിട്ടാത്തവര്, കാല് വലിച്ചു കോച്ചുന്ന അവസ്ഥയുള്ളവര്, കൈ കാല് നിവർത്താൻ സാധിക്കാത്ത വർണ്ണത്തിൽ വേദന അനുഭവിക്കുന്നവര്, ഈശോ പറയുന്നു, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. തല പൊട്ടിപ്പൊളിയുന്ന വേദന, തലവേദന, മൈഗ്രെയിൻ കർത്താവ് സുഖപ്പെടുത്താനായി കടന്നു വരികയാണ്. നമുക്ക് രണ്ട് കരമുയർത്താം. വചനം പറയുന്നു, ആരോഗ്യം വീണ്ടും നിനക്ക് നൽകും, നിന്റെ മുറിവുകൾ ഞാൻ വെച്ച് കെട്ടി നിന്നെ സൗഖ്യമുള്ളവനാക്കി തീർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. തിരുവോസ്തിയിലെ നോക്കി കർത്താവിനെ സ്തുതിക്കുക. യേശുവിനെ കണ്ടുകൊണ്ട് സ്തുതിക്കുക. യേശുവേ, 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 യേശുവേ. ഈശോയുടെ തിരുമുഖത്തേക്കൊന്ന് നോക്കിയേ. നമ്മെക്കുറിച്ചാണ് കർത്താവ് ആലോചിച്ചിരിക്കുന്നത്. നമ്മെക്കുറിച്ചാണ് കർത്താവിൻ്റെ വേദന, നമ്മെക്കുറിച്ചാണ് കർത്താവിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ. ഈശോ പറയുന്നത് കേട്ടില്ലേ? മോനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും. മോനെ, മോളെ, നിനക്ക് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും. ഇപ്പോൾ നമ്മുടെ ഭവനത്തിൽ ആരൊക്കെയോ വെന്റിലേറ്ററിൽ കിടക്കുന്നില്ലേ? നാളെ ഓപ്പറേഷൻ വിധിച്ച് ഓപ്പറേഷൻ വേണ്ടി കാത്തു കിടക്കുന്നില്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും പഴുപ്പ് വന്നതിന്റെ പേരിൽ വേദനിക്കുന്നില്ലേ? ന്യൂമോണിയ വന്നതിന്റെ പേരിൽ ശ്വാസം വലിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരില്ലേ?
പകർച്ചവ്യാധികൾ ഓരോന്ന് കടന്നു വന്നതിന്റെ പേരിൽ ഹൃദയം ചുരുങ്ങുന്നു, ശ്വാസം വലിച്ചെടുക്കാൻ പറ്റാത്ത വണ്ണത്തിൽ വേദനിക്കുന്നു. എത്ര പ്രാർത്ഥനകളാ കർത്താവിന്റെ പക്കലേക്ക് ഉയരുന്നത്. എന്റെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. നമുക്ക് കരങ്ങൾ ഉയർത്താം, സ്വരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ, ഇനി ഒരു രക്ഷയില്ല എന്ന് പറയുന്ന രോഗിയുടെ പക്കലേക്ക് യേശു ഇപ്പൊ കടന്നു വരട്ടെ. യേശുവേ, വചനം പറയുന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതോ കാലഘട്ടങ്ങളിൽ നീ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ആരൊക്കെയോ വേദനിക്കുന്നു. പഴയ പൂർവ്വകാല പാപങ്ങളെക്കുറിച്ച് നീ പരാതിപ്പെടേണ്ട. ദൈവപ്രമാണങ്ങളെ ലംഘനങ്ങൾ, സത്യദൈവത്തെ വിട്ടുകൊണ്ട് അന്യദൈവത്തിന്റെ പക്കലേക്ക് പോയത്, മൂലപാപങ്ങൾ, തിരുസഭയ്ക്കെതിരായി പ്രവർത്തിച്ചത്, പരിശുദ്ധാത്മയെതിരായി പ്രവർത്തിച്ചത്, ഇതാ ദൈവമായ കർത്താവിന്റെ പക്കലേക്ക് വരുന്നു. നിന്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ പരിഹാര ബലിയായി തീർന്നത്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സ്തുതിക്കാം. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീര് കാണണമേ, ഞങ്ങളുടെ കടുത്ത ദാരിദ്ര്യം കാണണമേ, കർത്താവിന്റെ ഹൃദയ ഭാരങ്ങളെ കാണണമേ. മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ മക്കൾ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കൾ കർത്താവെ കാണണമേ. മൂശയെപ്പോലെ അവിടുത്തെ സ്നേഹിതനായി തീരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അഹറോനെ പോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ ഞങ്ങളിതാ വരുന്നു. സോളമനെ പോലെ ദൈവാലയ ശുശ്രൂഷയ്ക്കായി വരുന്നു. ഏലിയായെ പോലെ തീക്ഷണോടെ പ്രാർത്ഥിക്കാൻ വരുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ കണ്ണുനീര്, ഞങ്ങളുടെ നിയോഗങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ.